ഹായ്, നമ്മളിപ്പോൾ മുംബൈയിലെ മറൈൻ ഡ്രൈവിലാണ്. നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതന്നെ മുംബൈയിലെ രാത്രി കാഴ്ചകൾ എന്നൊക്കെ പറയാം. പക്ഷേ ഇവിടെ കൊറോണയുടെ ഇതൊന്നും ആരും കാണില്ല, എല്ലാവരും പുറത്തുണ്ട്. നിങ്ങൾക്ക് ബാക്കിൽ കാണാം, എല്ലാവരും ജോഗിങ്ങിന് പോകുന്നു, പിള്ളേർ കളിക്കുന്നുണ്ട്. സിറ്റി ഫുള്ള് ലൈവാണ്. ആക്ച്വലി മാസ്ക് ഉണ്ട്, പക്ഷെ കുറച്ച് പേർക്ക് മാസ്ക് ഇല്ല. എന്നാലും വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ്. മറൈൻ ഡ്രൈവ് എന്നുള്ള ദൃശ്യമാണിത്. രാത്രി ഏകദേശം 10 മണിയായിട്ടുണ്ട്. ഇപ്പം രാത്രിയിൽ ഇവിടെ പിള്ളേരൊക്കെ വന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് മുംബൈയിലെ താജ്മഹൽ പാലസ്. താജ്മഹൽ പാലസിൻ്റെ രാത്രിയിലുള്ള കാഴ്ചയാണിത്. ഒരു ഒന്നൊന്നര സംഭവം തന്നെ കേട്ടോ. താജ് ഹോട്ടലിനോട് സൈഡിൽ തന്നെ ആയിട്ടാണ് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും ഉള്ളത്. ഇവിടുന്ന് ബോട്ടിങ്ങും സംഭവങ്ങളെല്ലാം ഉണ്ട്. രാത്രി ആയതുകൊണ്ടാണ് അത്ര ക്ലിയർ ഇല്ലാത്തത്. രാവിലെ നമുക്ക് വേറെ വിഷ്വൽ എടുക്കാം. താജിൻ്റെ തന്നെ 2 ഹോട്ടലാണല്ലോ അടുത്തടുത്തുള്ളത്. ഒന്ന് താജ് ടവറും ഒന്ന് താജ്മഹൽ പാലസും. ഇതാണ് CST ആണ്, ഛത്രപതി ശിവജി ടെർമിനൽ. CSTയുടെ രാത്രി കാഴ്ചകളാണിത്. വളരെ ലൈറ്റിനിങ് ചെയ്ത് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ രാവിലെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, ബഫേ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പം മുംബൈയുടെ രാവിലത്തെ കാഴ്ചകൾ കാണാനായിട്ട് ഞങ്ങൾ പോവാണ്. ഞങ്ങളിപ്പോൾ വണ്ടി ഹോട്ടലിൽ തന്നെ ഇട്ടിട്ട് ഇവിടുന്ന് ജസ്റ്റ് നടക്കാനിറങ്ങി. നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററാണ് താജ് ഹോട്ടലിലേക്കും ഗേറ്റ് വേ ഇന്ത്യയിലേക്കും. ഇപ്പോൾ പതുക്കെ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ വെയിലുണ്ട്. സൈഡൊക്കെ നോക്കിയാൽ കാണാം പഴയ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ പുതിയ ബിൽഡിങ്ങുകളൊക്കെ ആയിട്ടൊരു സമ്മിശ്രമായ രീതിയിലാണ് ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം. അതുപോലെ തന്നെ ടാക്സികളും പഴയ അംബാസഡർ ടാക്സിയിൽ നിന്ന് മാറി സാൻഡ്രോ ഉണ്ട്, അതുപോലെ തന്നെ വാഗണറുണ്ട് ടാക്സികൾ. നിങ്ങൾക്ക് മുമ്പിലായിട്ട് കാണാൻ പറ്റും ഒരുപാട് വണ്ടികൾ റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ വണ്ടികളെല്ലാം ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടേതാണ്. അതായത് വീട്ടിനകത്ത് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ അവർ റോഡിനോട് ചേർത്താണ് ഈ വണ്ടികളൊക്കെ ഇട്ടിരിക്കുന്നത്. ഇത് മിക്ക തന്നെ പേയാൻ പാർക്കായിരിക്കും, അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. ഓരോരോ സിറ്റുവേഷൻ അല്ലേ, അതായത് സ്ഥലപരിമിതിയുടെ ഒരു ഇത് സൂചിപ്പിക്കുന്നതാണ് ഈ പാർക്കിങ് റോഡ് ചെയ്തിരിക്കുന്നത്. ഈ വഴിക്ക് നമുക്ക് 2 ഹോട്ടലും കാണാൻ പറ്റും. ഈ ഹോട്ടലിൻ്റെ പോലും പാർക്കിങ് ഫ്രണ്ടിലാണെന്നുള്ളതാണ്. അവർക്കും പ്രത്യേകമായ പാർക്കിംഗ് ഒന്നുമില്ല. വളരെ പഴയ കെട്ടിടങ്ങൾ നമുക്ക് ഈ വഴി പോകുമ്പോൾ കാണാൻ പറ്റും. നമുക്ക് നോക്കിയാൽ ശ്രദ്ധിക്കാൻ പറ്റും. ഒത്തിരി പഴക്കം ചെന്ന ബിൽഡിങ്ങുകളാണ്. അതാ പറഞ്ഞാൽ മുംബൈ എന്ന് പറയുന്നത് പുതുമയും പഴമയും ഒരുപോലെ വന്നിട്ടുള്ള, അതായത് ഒരുപോലെ ഉള്ളൊരു നഗരമാണ്. നിങ്ങൾ ഈ മുമ്പിൽ കാണുന്നതാണ് സ്റ്റാർബക്സിൻ്റെ കോഫി ഷോപ്പാണ്. താജ് ഹോട്ടലിൻ്റെ ഒരു സൈഡിലാണ് സ്റ്റാർബക്സിൻ്റെ ഈ കോഫി ഷോപ്പ് വരുന്നത്. ഒട്ടേറെ ബോട്ടുകളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സൈഡിലായിട്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ സൈഡിലായിട്ട് ഇതാണ് താജ് ഹോട്ടൽ, താജ്മഹൽ പാലസ്. മുംബൈയിലെ തന്നെ ഏറ്റവും പഴയ വലിയ കെട്ടിടങ്ങൾ, അതായത് ബിൽഡിങ്ങുകൾ നിർമ്മിച്ചിട്ടുള്ള ഷാപ്പൂർജി പല്ലോഞ്ചി ഗ്രൂപ്പ് തന്നെയാണ് ഈ താജ്മഹൽ പാലസും നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു നൈറ്റ് സ്റ്റേക്ക് 22,000 രൂപയാണ് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞത്. അതുപോലെ ഒരു ചായക്ക് 500 രൂപ പ്ലസ് ടാക്സ് ആണ് ഇവിടുത്തെ റേറ്റ്. താജ്മഹൽ പാലസിനോട് ചേർന്നാണ് താജിൻ്റെ പുതിയ ഹോട്ടലായ താജ് ടവർ ഉള്ളത്. 1973 ഓപ്പണായ ഒരു ഹോട്ടലാണ് താജ് ടവർ. താജ്മഹലിനോട് ചേർന്നുള്ള ഗേറ്റ് വേ ഓഫ് ഇന്ത്യയാണിത്. 1924 ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത്. ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് കാർട്ടൂൺ ഡോണും അവിടെ ഒരു ചേട്ടനെടുത്ത് ചെയ്തിട്ടുണ്ട്. താജ്മഹൽ പാലസിന് മുമ്പിൽ സിംഗിൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന DJ. പുറകിലിപ്പം കാർട്ടൂൺ ഫോട്ടോ എടുക്കാനുള്ള പോസിങ്ങിലാണ്. അതെ, ഈ ഒരു ആൽമരമാണ് ഇതിൻ്റെ മുമ്പിൽ. ഈ ആൽമരം നിറച്ചും പ്രാവുകളാണ്. ഇവിടെ താജിൻ്റെ മുമ്പിലും ഗേറ്റ് വേയുടെ മുമ്പിലൊക്കെ വരുന്നവർ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കുന്നത് ഈ പ്രാവിൻ്റെ കൂടെയാണ്. പ്രാവിനെ പറത്തിയുള്ള ഫോട്ടോ, പ്രാവിൻ്റെ ഒപ്പമുള്ള ഫോട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ആൽമരം നിറച്ചും പ്രാവുകളാണ്. ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ബാക്ക് സൈഡ്. ഇന്ത്യ ഗേറ്റിൻ്റെ സൈഡിൽ നിന്നുമുള്ള വേറൊരു വ്യൂ ആണിത്.
ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് നമുക്ക് താജ് ടവർ കാണാം. താജ് ടവറിൻ്റെ അപ്പുറമായിട്ട് വളരെ വിശാലമായ രീതിയിൽ താജ്മഹൽ പാലസും. നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ അത് നമ്മുടെ ഫോണിലേക്ക് കോപ്പി ചെയ്ത് മേടിക്കുവാണ്. ചേട്ടൻ തരാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫോട്ടോസ് പ്രിൻ്റ് എടുത്ത് തന്നിട്ടുണ്ട്. നമുക്ക് 12 മണിക്ക് ചെക്കൗട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് താജിൻ്റെ അവിടെ നിന്ന് ഒരു ടാക്സി എടുത്തിട്ട് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സമയം 11:45 നമ്മളിപ്പം മുംബൈ മറൈൻ ഡ്രൈവ് റോഡ് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൈഡിൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് മുംബൈ മറൈൻ ഡ്രൈവ്. സമയം ഏകദേശം 12 മണി കഴിഞ്ഞു. അതുകൊണ്ട് ട്രാഫിക് തീരെ കുറവാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് ടേണിംഗ് എടുത്ത് ബാന്ദ്ര വോർലി സീലിംഗിലേക്കാണ് പോകുന്നത്. ഏകദേശം 5.6 കിലോമീറ്ററാണ് ഈ സീലിംഗിൻ്റെ ദൂരം. വോർലി സൗത്ത് മുംബൈയിലെ വോർലിയും അതുപോലെ തന്നെ വെസ്റ്റ് മുംബൈയിലെ അന്ധേരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കടൽപ്പാലമാണിത്. 2000 കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 2010 ഇത് പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ഇവിടെ നമുക്കൊരു ടോളും ഉണ്ട് എക്സിറ്റ് ചെയ്യുന്ന സ്ഥലത്ത്. നമ്മളിപ്പം ഇവിടെ മുംബൈയിലുള്ള ഷാരൂഖ് ഖാൻ്റെ മന്നത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഷാരൂഖ് ഖാൻ മന്നത്ത് വലിയ ഗേറ്റൊക്കെയാണ്, നമുക്ക് അകത്തേക്കൊന്നും കാണാൻ പറ്റിയല്ല. മുംബൈയിലെ കാഴ്ചകൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ വഡോദരയിലേക്കാണ് പോകുന്നത്. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. എല്ലാവരും വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വഡോദരയിൽ കാണാം.